സർട്ടിഫിക്കേഷൻ വാല്യൂ നോക്കാതെ ഒരു സ്ഥാപനത്തിലും നിങ്ങൾ ജോയിൻ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് സർട്ടിഫിക്കേഷൻ സെറമണിയിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെയും ജിടെക് അഡ്മിഷൻ എടുത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ, ജിടെക്കിന്റെ സർട്ടിഫിക്കേഷൻ വാല്യൂ ആണ്. അക്കൗണ്ടിങ് പഠിച്ചിറങ്ങുന്ന കുട്ടി SAP ജർമ്മൻ, IAB UK, മൈക്രോസോഫ്റ്റ്, ടാലി, ക്യൂബ് ബുക്സ് ഇങ്ങനെ തുടങ്ങിയ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പഠിച്ചിറങ്ങുന്നത്. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടി മെറ്റ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പഠിച്ചിറങ്ങുന്നത്. അത് ഏത് മേഖല ആവട്ടെ, അക്കൗണ്ടിങ് ആവട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ് ആവട്ടെ, ഫാഷൻ ഡിസൈനിങ് ആവട്ടെ, ഡാറ്റാ സയൻസ് ആവട്ടെ, അതുപോലെ തന്നെ ഏത് കോഴ്സ് എടുത്താലും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വേറൊരു കാര്യം കൂടി പറയാം. എല്ലാ കോഴ്സും ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ ആയിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയും മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റിയും നമുക്ക് ജിടെക് തരുന്നുണ്ട്. എന്താണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷന്റെ വാല്യൂ? എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ എടുക്കണം എന്ന് പറയുന്നത്? യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അഫയേഴ്സും ഫോറിൻ അഫയേഴ്സും നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയ സർട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ജിടെക്കിൽ നിന്ന് പഠിച്ച കുട്ടികൾ ഒരു കാരണവശാൽ സർട്ടിഫിക്കേഷന്റെ കാരണം കൊണ്ട് തള്ളപ്പെടുക. കാരണം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് പറയുന്നത് സർട്ടിഫിക്കേഷൻ വാല്യൂ നോക്കാതെ എവിടെയും ജോയിൻ ചെയ്തത്. ആദ്യം ചോദിക്കേണ്ട സർട്ടിഫിക്കേഷൻ വാല്യൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല പ്രൗഡായിട്ട് പറയാണ്, ജിടെക്കിൽ പഠിച്ച കുട്ടികൾ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ UK പോയാലും USA പോയാലും ഏത് ഗൾഫ് കൺട്രീസിൽ പോയാലും സർട്ടിഫിക്കറ്റ് ഹൈ ലെവൽ വാല്യൂ ഉള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് പഠിച്ചിറങ്ങുന്നത്.